ഇപ്പൊ സോണിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. എത്രയോ വർഷത്തെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ആത്മബന്ധം സോണിച്ചൻ എന്ന് അല്ലെങ്കിൽ സോണിയേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് ബോധ്യം എനിക്കുണ്ട്. ഈവൻ ഒരു കാലത്ത് ഞാനും ഈ IRC പഠിച്ച പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരു ബന്ധം തലമുറകളാണ്. 26 വർഷം 27 വർഷത്തെ ഒരു ബന്ധം എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അവരുമായിട്ട് എങ്ങനെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളുണ്ടോ? വലിയ വലിയ ആളുകൾ, ഇപ്പം നമ്മൾ പഠിപ്പിച്ച ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു പോയിട്ടുള്ള ആളുകൾ വലിയ വലിയ ആളുകളൊക്കെ ആയിട്ടുണ്ടാവാം. അവരെ പിന്നീട് കാണുമ്പോൾ എങ്ങനെയാണ് അവർ സംസാരിക്കുമ്പോഴൊക്കെ എന്താണ് സോണിച്ചൻ എന്ന് പറയുന്ന ഒരു, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഫാദർ മദർ അവർ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. സോണിയേട്ടനും വേറൊരു തരത്തിൽ ഒരു അധ്യാപകനാണ്. അപ്പൊ ആ അധ്യാപകന്റെ ഒരു നിർവൃതി എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം? ഇപ്പോഴും എനിക്ക് അധ്യാപക ഒരു ജോലിയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പഠിപ്പിച്ച വിദ്യാർത്ഥികൾ കാണുമ്പോൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് മാഷെ ടീച്ചറെ എന്ന് പറഞ്ഞ് വരുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊരു ബിസിനസ് സെലക്ട് ചെയ്തപ്പോൾ അധ്യാപനം എന്ന് പറയുന്ന മേഖലയും കൂടി സെലക്ട് ചെയ്തത്. കാരണം എന്റെ ബ്ലഡിൽ ഓൾറെഡി ടീച്ചിങ്ങിന്റെ ഒരു ബേസ് കിടക്കുന്നുണ്ട്. എന്നാൽ ബിസിനസ്സുകാരനാവാനുള്ള ആഗ്രഹമുണ്ട്. ഈ പോസിറ്റീവാണ്. രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ അധ്യാപനം ഒരു ഉപജീവന മാർഗമാക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയത് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു അധ്യാപന രംഗത്തെ അപ്ഡേഷനിലേക്കാണ് സോണിയേട്ടൻ. അതെ. പിന്നെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധത്തിൽ എന്താ വെച്ചാല്, ആദ്യകാലത്ത് ഞാൻ ഒരു പരിധി വരെ മനസ്സിലാക്കിയിരുന്ന വിദ്യാർത്ഥികളുമായിട്ട് നമ്മളൊരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥികൾ അത് നമ്മളങ്ങനെ ഭയങ്കര അടുപ്പം പാടില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് പോയിരുന്നത്. ഒരു പക്ഷേ പണ്ടത്തെ അധ്യാപകർ അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഒരു ഭയഭക്തി ബഹുമാനം. അതെ. തുടക്കത്തിൽ ഞാനും അങ്ങനെ തന്നെയാണ് പോയിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ വിദ്യാർത്ഥികൾ ഒരു പക്ഷെ കാണുമ്പോൾ ചോദിക്കാറ്, മാഷ് ഇപ്പൊ എന്ത് പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ചിരിയും കളിയും പരിപാടിയൊക്കെയാണല്ലോ, പണ്ട് മാഷ് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. ഇപ്പോഴും എനിക്ക് വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെ, മാഷ് എന്നാണ് അധ്യാപകരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായാലും വിളിക്കുക, അല്ലാണ്ട് സാറ് എന്നുള്ള വിളി പൊതുവെ എനിക്ക് കിട്ടാറില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അധ്യാപനം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. ഒന്നുമില്ല എന്ന വാക്ക് മാത്രം. ഇപ്പോഴത്തെ വിദ്യാർത്ഥികള് പണ്ടത്തെ ആ രീതി താല്പര്യപ്പെടുന്നില്ല. അവര് മാഷും ടീച്ചറായിട്ട് തട്ടിമുട്ടിയിട്ട് വർത്താനം പറയുന്ന ഒരു ശൈലിയാണ് ഒരു പരിധി വരെ. പക്ഷെ അതിനൊരു അധ്യാപകൻ മുന്നേ ഒരു അധ്യാപകനെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയഭക്തി ബഹുമാനം എന്നുള്ള ലെവലിൽ നിന്ന് ഇപ്പൊ എന്തും തുറന്നു പറയാവുന്ന ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് എത്തി ഭയങ്കര മാറ്റപ്പെട്ടു. അത്രയും ഇഴയെടുപ്പം വരുമ്പോ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, ഏത് പണി ചെയ്യാനും റിസൾട്ട് ഉണ്ടാവണം. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ ഒരു മോഡ് അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുക. അപ്പൊ ഇവിടെ സാധ്യമായത് ഞാൻ മാറലായതുകൊണ്ട് ഞാനൊരു ചങ്ക്സ് മോഡലിലേക്ക് കാര്യങ്ങൾ മാറ്റി. അത് മാത്രമല്ല, നമ്മുടെ സ്റ്റാഫിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോഴത്തെ സ്റ്റാഫുകൾ വരുന്നത് ഒരു പരിധി വരെ ഒരു ജോലിയായിട്ടല്ല, അവരൊരു രസമായിട്ടാണ് ജോലിനെ കാണുന്നത്. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് മാത്രമേ അവർ വരുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെടുത്തി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും എന്നുള്ളതാണല്ലോ നമ്മൾ പോയിന്റ്. ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു സ്ഥാപനമാകുമ്പോൾ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കോമ്പറ്റീഷൻസിനെ എങ്ങനെ കാണുന്നു? ഒരുപാട് കോമ്പറ്റീഷൻ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആരോഗ്യപരമായിട്ടുള്ള കോമ്പറ്റീഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ നോക്കിയാണ്, എങ്ങനെ അതിന് മറികടക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്? ഈ തുടങ്ങിയ കാലം തൊട്ട് IRS ശരിക്കും ഒരു കോമ്പറ്റീറ്റർ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥാപനമാണ് GTech. ഈ GTechന്റെ ചാവക്കാടിന്റെ അമരക്കാരൻ പ്രകാശൻ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ പറയുന്നത്, ഇതൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം GTech IRS ഓട്ടോമാറ്റിക്കലി കോമ്പറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളാണ്. എനിക്ക് എന്റേതായ ഒരു ഡൊമൈൻ ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ എന്റെ സെഗ്മെന്റിലാണ് വർക്ക് ചെയ്ത് പോകുന്നത്. GTechന്റെ സെഗ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ സെഗ്മെന്റ് എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ എനിക്ക് വർക്ക് വരും, അല്ലെങ്കിൽ എനിക്ക് കുട്ടികൾ വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെയുള്ള എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു വിഷയം തോന്നിയിട്ടില്ല. കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്, അതിന് നമ്മൾ നമ്മുടേതായ രീതിയിൽ മറികടക്കുന്നു. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെതായ രീതിയിൽ നിലനിൽക്കും. ഇപ്പോഴും അടുത്തും പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആളുടെ ആവശ്യം വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, എന്റെ ആവശ്യം വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അത് ഒരു വ്യക്തിബന്ധം, ഫ്രണ്ട്ഷിപ്പാണ്. ഇനി ഞാൻ വേറൊരു മേഖലയിലേക്ക് വരികയാണ്. പാവർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് പാവർട്ടിയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനം. അക്ഷയ സെന്റർ അറിയാത്ത മലയാളി ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിൽ ഒരു നാടിന്റെ പൾസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ നാട്ടിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ഏകീകരണ കേന്ദ്രമാണ് ഈ അക്ഷയ സെന്റർ എന്ന് പറയുന്നത്. ഒരുപാട് സാധാരണക്കാരെ, ഇപ്പൊ നേരത്തെ നമ്മൾ വിദ്യാർത്ഥികളായിട്ടുള്ള ബന്ധം പറഞ്ഞ പോലെ ഈ സാധാരണക്കാർക്ക് സാങ്കേതികത്വം കൊടുത്ത ഒരു സംഭവമാണ് ഈ അക്ഷയ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ്. അക്ഷയ സെന്ററുകളൊക്കെ ആളുകൾ വരുമ്പോൾ ആളുകൾക്ക് ഒരുപാട് ആദികളും വേവലാതികളും കേട്ട് വരുന്നത്. അതിന്റെ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണ്?
ഏതൊരു ബിസിനസ്സിലും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വരുന്ന ആൾക്കൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷനിലാണെങ്കിൽ കാലഘട്ടത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസത്തിലേക്ക് പറിച്ചു നടുക. അക്ഷയനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, അക്ഷയയിലേക്ക് വരുന്ന ഏതൊരു കസ്റ്റമറും എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ടാണ് അക്ഷയയിലേക്ക് വരുന്നത്. പ്രശ്നമില്ലാത്ത ആരും അക്ഷയയിലേക്ക് വരാറില്ല. അപ്പോൾ അവരുടെ ആവശ്യം പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാഫിനോട് എപ്പോഴും പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ, ആദ്യം ഈ കസ്റ്റമർ വരുന്ന അയാളുടെ പ്രശ്നം കേൾക്കലാണ് ഇപ്പോൾ നമുക്ക് ഇല്ലാണ്ടാ പോകുന്നത്. കേട്ട് കഴിഞ്ഞാൽ പരിഹാരം ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ആളുകളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ശ്രമിക്കുക. അത് 100% വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം അക്ഷയ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു സംഭവത്തിൽ കുറെ ഡിപ്പാർട്ട്മെന്റുകളെ മാനേജ്മെന്റിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് അക്ഷയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തരം ആളുകളും വരും. അതെ, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവര്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവര്, ചിരിച്ചുകൊണ്ടിരിക്കുന്നവര്, ദേഷ്യപ്പെടുന്നവർക്ക് മാറുന്നവര്, ഇവരെല്ലാവരും ഒരേ അർത്ഥത്തിൽ മാനേജ് ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ അതുപോലെ തന്നെ അവരുടെ സൊല്യൂഷൻ, അവർക്ക് ഒരു പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ കിട്ടുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുമ്പോൾ ഒരു ചിരി, ഇതൊക്കെ നമ്മൾ ബിസിനസ്സിന് അപ്പുറത്തേക്ക് നമുക്ക് കിട്ടാവുന്ന ചില അൾട്ടിമേറ്റ് നമ്മൾ വേറൊരു റൂട്ടാണ്. അതെ അതെ അതെ. അപ്പൊ അതൊക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം സംരംഭകൻ എന്ന നിലയ്ക്ക് അത് നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷന്റെ സംഭവത്തിലേക്ക് വിദ്യാർത്ഥികൾ വരുമ്പോൾ തരുന്ന സന്തോഷം പോലെ തന്നെ പലപ്പോഴും അക്ഷയയിൽ ഉണ്ടാവുന്ന സംഭവം, സ്കോളർഷിപ്പ് കിട്ടി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡ് കിട്ടി, അവരൊക്കെ വന്നിട്ട് അത് അന്ന് ചെയ്തുകൊണ്ട് മാത്രം കിട്ടി. അത് നമ്മൾ അതിന് പേയ്മെന്റ് മേടിച്ചിട്ടുണ്ട്, നമ്മൾ സർവീസാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും അത് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കി എന്ന് അറിഞ്ഞിട്ട് അത് തിരിച്ചു വന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ബിസിനസ്സിനപ്പുറമുള്ള സന്തോഷമാണ്. അതായത് നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ്, വരുമാനത്തിലാണ് ചെയ്യുന്നത്, പക്ഷെ എന്നാൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു സന്തോഷം. കാരണം ഞാൻ പറയുന്നത്, അക്ഷയ എന്ന് പറയുന്ന സംഭവത്തിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കുറെ പ്രശ്നങ്ങളാണ് ഒരു ദിവസം നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില പോരായ്മകൾ ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ പാവർട്ടി അക്ഷയ പരമാവധി അതിനൊരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, കംപ്ലൈന്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. ഒരാളുടെ പ്രശ്നം നമ്മൾ ചെവിയിലൂടെ കേൾക്കുക മാത്രമല്ല, അല്ലെങ്കിൽ വാക്കിലൂടെ പറയുക മാത്രമല്ല, ഇതൊരു കൗൺസിലിംഗ് സെന്റർ അല്ല. അതെ അതെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ടെക്നോളജിയുമായിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയുമായി ബന്ധപ്പെടുത്തി ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിലെ ഡിലേ ചിലപ്പോൾ മുഴുവൻ ആളുകൾക്കും മനസ്സിലായി എന്ന് വരില്ല. ഇപ്പൊ സിസ്റ്റം ഹാങ് ആവുന്ന വിഷയമായിക്കോട്ടെ, സൈറ്റുകൾ കിട്ടാത്തൊരു വിഷയമായിക്കോട്ടെ, അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ചില സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ അഗ്രസീവായിട്ട് പെരുമാറും. അങ്ങനെ ഹാർഡായിട്ടുള്ള അനുഭവങ്ങളോ ഒത്തിരി ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഹാർഡായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ സ്റ്റാഫിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് നിങ്ങൾ ഏത് പ്രശ്നം വന്നാലും, അതായത് അത് മൂർച്ഛിക്കുന്നതിന് മുന്നേ എന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്കത് സൊല്യൂഷൻ ആക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പ്രശ്നം പരിഹരിച്ചു എന്നല്ല, പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിക്കുക. ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ആളുകളും നമുക്ക് കയ്യബദ്ധങ്ങൾ പറ്റാം. അക്ഷയ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 100% പെർഫെക്റ്റ് ഒരു സിസ്റ്റം മുന്നോട്ട് പോകില്ല. നമ്മുടെ സ്റ്റാഫിന് തെറ്റുപറ്റാം, എനിക്ക് തെറ്റുപറ്റാം, എൻ്റെ സിസ്റ്റത്തിന് തെറ്റുപറ്റാം. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കുകയും ആ തെറ്റ് തിരുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്താൽ, എൻ്റെ അറിവില് ഇതുവരെ ഞാൻ ഇടപെട്ട ഒരാൾ പോലും നമ്മളോട് അങ്ങനെ മോശപ്പെട്ട് സംസാരിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. സംസാരത്തിൽ തുടങ്ങുമ്പോൾ ഉണ്ടാകാം, പക്ഷെ അത് അവരെ കൺവിൻസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായ ശ്രമം ചെയ്യുന്നതിലൂടെ അവരത് അംഗീകരിക്കുകയും അവസാനം എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ റിലേഷൻഷിപ്പ് ആവുകയും ചെയ്യാം. ഒരു പക്ഷേ ഒരു പ്രശ്നം കഴിഞ്ഞ് വരുന്ന കസ്റ്റമർ നമ്മളായിട്ട് കൂടുതൽ അടുക്കുക ചെയ്യുക. കാരണം ഇതിൽ ആ പ്രശ്നമുള്ള സമയത്ത് അത് ഇടപെട്ടു, പരിഹരിച്ചു, അത് അതിന് വേണ്ട പരിഗണന തന്നു എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് എനിക്ക് കൂടുതലായിട്ട് പേഴ്സണൽ ബന്ധമുള്ളത്. ഞാൻ അവരോട്, വിദ്യാർത്ഥികളോട് അല്ല, എൻ്റെ സ്റ്റാഫിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എന്ന് എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നോ അന്ന് ഞാൻ ഈ പണി നിർത്തും. അതായത് ചെയ്യാൻ പറ്റുന്ന പണി പറ്റുന്ന കാലത്തോളം തുടരുക, അതാണ് നമ്മുടെ നയം. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമ്മള് ചില ന്യൂസ് ചാനലുകളുടെ പരസ്യം പോലെ സുതാര്യം സുവ്യക്തം പറയില്ല, അതുമാതിരി അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങൾ. പാവർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചിറ്റാട്ടുകരക്കാരൻ പാവർട്ടിയിലെത്തി, നമ്മൾ IRSലേക്ക് പോയി, റീബ്രാൻഡിങ് സ്കിൽ സെന്ററിലേക്ക് പോയി, അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്ന് അക്ഷയയിലേക്ക് എത്തി. അവിടെ നിന്ന് ഒരു മുന്നേറ്റം കൂടി ഈ അടുത്ത് സോണിയേട്ടനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുണ്ട്. പാവർട്ടിയുടെ വികസനത്തിന്റെ പുതിയ മുഖമായിട്ടുള്ള സിഗ്നേച്ചർ സ്ക്വയർ. ഇന്ന് പാവർട്ടിക്കാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് സിഗ്നേച്ചർ സ്ക്വയർ എന്ന് പറയുന്ന ബിൽഡിങ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബിൽഡിങ്, അതായത് ഒരു ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്, സാൻഡ്വിച്ച് ഷേപ്പ് മോഡല്, ഡ്യുവൽ ഫേസ് വ്യൂ, 4000 സ്ക്വയർ ഫീറ്റ് കാർ പാർക്ക്, അതും ചാവക്കാട് കാഞ്ഞാണി റൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമി അർബൻ ടൗണിന്റെ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി, തികച്ചും അത്യാവശ്യം പാർക്കിങ്ങും അത്യാവശ്യം ബഹളത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, അതും വ്യത്യസ്തമായിട്ട് ഒരു മോഡേൺ ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്. എങ്ങനെയായിരുന്നു ഈ ഇല്ലുമിനേറ്റഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്
എനിക്ക് തോന്നുന്നു പാവർട്ടിയിൽ അങ്ങനെ ഇപ്പം നമ്മൾ ലൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ തികച്ചും ഒരു മോഡേൺ ഡിസൈനിങ്ങിൽ ബിൽഡിങ്ങിലൊക്കെ ലൈറ്റിംഗ് ആയിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്. എങ്ങനെയായിരുന്നു ആ ആശയത്തിലേക്ക് എത്തിയത്? സത്യത്തിൽ ഇങ്ങനൊരു ബിൽഡിങ്ങിലേക്ക് എത്തുക എന്ന് പറഞ്ഞ ആശയം എൻ്റെ മനസ്സിൽ സ്വപ്നത്തിൽ പോലും ഇല്ല. അതായത് നമുക്ക് 25 വർഷമായിട്ട് നമ്മൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് മാറേണ്ട ഒരു സാഹചര്യം, അതായത് അധികം വൈകാതെ തന്നെ മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഏതൊരു മനുഷ്യനെ പോലെ ഞാനും ഭയങ്കര ടെൻസ്ഡായി. അതായത് 25 വർഷമായി, അതായത് ഞാൻ ഒരു പക്ഷേ എൻ്റെ വീട്ടിലുള്ളേക്കാളും കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ച സ്ഥലമാണ് ഈ പാവർട്ടിയിൽ നമ്മുടെ ഈ പറഞ്ഞ എൻ്റെ അക്ഷയ ആണെങ്കിലും ട്രെയിനിങ് സെന്റർ ആണെങ്കിലും. ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വിഷയം വന്നാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണ് കണക്ട് ചെയ്യുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ജോഫർ അതിനോട് ബന്ധപ്പെട്ടു. ഇങ്ങനെ അപ്പോൾ എന്താ പറ്റിയ സോണി, ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യമാണ്, നമുക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞൊരു സാഹചര്യമാണ്. അതിനാണ് ടെൻഷൻ അടിക്കുന്നത്. 25 വർഷമായിട്ട് നീ പാവർട്ടിയിൽ ഉണ്ടായിരുന്നില്ലേ, പാവർട്ടിക്കാർ നിന്നെ വളർത്തിയിട്ടില്ലേ, അപ്പോൾ ഇനിയും വളർത്തില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഒരു സ്വന്തമായിട്ടൊരു ബിൽഡിങ് അങ്ങോട്ട് പണി. സ്വന്തമായിട്ട് ബിൽഡിങ് പറയുന്നത് പറയാൻ നല്ല എളുപ്പമാണ്. നമ്മളൊരു ബിൽഡിങ് പണിയാന്നുള്ള ഒരു ആശയത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാവരും വന്നു എന്ന് വരില്ല. ഇല്ല. പക്ഷെ വളരെ സുധീരമായിട്ടുള്ളൊരു മുന്നേറ്റമായിട്ടാണ് എനിക്ക് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ആ പറയുന്ന ആൾ അങ്ങനത്തെ ആളാണ്. അപ്പൊ ആള് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തെറ്റാറില്ല. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ആളൊരു കൺവിൻസിങ് സ്റ്റാർ. അതെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ 2-3 പോയിന്റുകളാണ്. അതായത് 25 വർഷം നീ പാവർട്ടിയിൽ നിലനിന്നോ? യെസ്. പാവർട്ടിക്കാർ തന്നെ അംഗീകരിക്കുന്നുണ്ടോ? യെസ്. പാവർട്ടിക്കാരല്ല, നമ്മുടെ ഈ സമീപ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ചിറ്റാട്ടിരുന്ന കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ഗുരുവായൂരിന്ന് വരുന്നുണ്ട്, കാഞ്ഞാണിന്ന് വരുന്നുണ്ട്, അങ്ങനെ പല ഏരിയന്നും അക്ഷയയിൽക്കും ട്രെയിൻ സെന്ററിലേക്കും ആൾക്കാർ വരും. അപ്പൊ ഈ ഏരിയ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തുടരാനുള്ള സാധനം അവിടെ ഉണ്ട്. അപ്പൊ ഒരു ബിൽഡിംഗ് പണി, അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് സ്ഥലം മേടിച്ച് ബിൽഡിംഗ് പണിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അപ്പൊ ആള് പറഞ്ഞു അതൊക്കെ പണ്ടത്തെ കാലഘട്ടമാണ്. ഈ ഒരു സ്ഥലം ലീസിന് എടുക്കാനുള്ള കാര്യം ആലോചിക്കുക. എന്നിട്ട് ആ ലീസിന് എടുക്കുന്ന സ്ഥലത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിംഗ് പണിയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ വാചകം. അതായത് എല്ലാ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് പണി. ആ ബിൽഡിങ്ങിൽ പറ്റുമെങ്കിൽ നിന്റെ സ്ഥാപനം പറിച്ചു നേടുക. കുറച്ചുകൂടിയും നിനക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ ആ പണിയുന്ന സാധനം കുറച്ച് വലുത് പണിയുക. അതിലേക്ക് നമ്മുടെ അക്ഷയും ട്രെയിനിങ് സെന്റർ വരുന്നതിന്റെ കൂട്ടത്തിൽ വേറെയും കുറെ ആളുകൾക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കുക. അങ്ങനെയാണ് സത്യത്തില് ഇങ്ങനൊരു തോട്ട് പ്രോസസ്സ് ആരംഭിക്കുന്നത്. അതായത് ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അവിടെ പഠിച്ചു പോയ ഒരു പാർട്ടി, അതായത് ഉഷേച്ചി, അതുപോലെ തന്നെ ശ്രീകുമാരൻ ചേട്ടൻ, അവരുടെ ശ്രീകുമാരൻ ചേട്ടന്റെ ഭാര്യ ഉഷേച്ചി അവിടെ നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അവരുടെ 2 മക്കളും നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അങ്ങനെ അവര് അവരുടെ പഠിച്ചവരാണ്. അപ്പൊ എന്നെ കുറിച്ചിട്ടും നമ്മുടെ സംവിധാനത്തെ കുറിച്ചിട്ടും അവർക്ക് നന്നായിട്ട് ധാരണയുണ്ട്. തിരിച്ച് അവരെ എനിക്കും അറിയാം. അങ്ങനെയാണ് പോളേട്ടൻ എന്ന് പറയുന്ന ഒരു ഏജന്റ് വഴിക്ക് നമ്മൾ ഇവരുടെ സംവിധാനത്തിലേക്ക് എത്തുന്നതും ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുന്നതും. ഞങ്ങൾ തമ്മിൽ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒരു അപ്രൂവൽ പ്രോസസ്സിലേക്ക് പോയി. അതായത് സ്ഥലം നമ്മൾ സംഭവം. അതെ, സ്ഥലം നമ്മൾ തരാൻ പ്രശ്നമില്ല, കംഫർട്ടബിൾ ആണ്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അനിയൻ സോജി കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ ആശയം പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു ആശയം എന്തായാലും കൊണ്ട് മാറണം, നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്താലോ. സോജി പറഞ്ഞു നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഫണ്ട് അപ്പോഴും ഒരു പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, നമ്മുടെ ബന്ധുക്കളില്ലേ, ഇവരൊക്കെ നമ്മൾ ചോദിച്ചു നോക്കുക. നേരത്തെ നമ്മൾ കിട്ടി പോയേ പോയി. തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്തു, ബന്ധുക്കളോട് ഷെയർ ചെയ്തു. വളരെ പെട്ടെന്ന് എന്ന് പറയാം വേണമെങ്കിൽ. കാരണം എനിക്ക് തോന്നുന്നു April 1-ാം തീയതിയാണ് നമുക്ക് ഈ ഒരു നമ്മുടെ സ്ഥലത്തിന്റെ ലീസ് അഗ്രിമെന്റ് എഴുതുന്നത്. അവിടുന്ന് 2-3 മാസത്തിനുള്ളിൽ ഈ ഫണ്ടൊക്കെ എല്ലാവരും പെട്ടെന്ന് അറേഞ്ച്ഡ് ആയി. അത് ആണ് അതിന്റെ തുടക്കം. പിന്നെ ഞാൻ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഷട്ടിൽ കളി. ഞാൻ വൈകിട്ട് എല്ലാ ദിവസവും ഷട്ടിൽ കളിക്കാൻ പോകും. അങ്ങനെ ഷട്ടിൽ കളിക്കാൻ പോകുന്ന സമയത്ത് പാവർട്ടിയിലുള്ള ഷെൽസൺ, ആള് അത്യാവശ്യം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അതായത് നമുക്കൊരു ബിൽഡിംഗ് പണിയണം പാവർട്ടിയിൽ, പക്ഷെ അധികം പൈസ പാടില്ല, പക്ഷെ വെറൈറ്റി ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുള്ളൊരു പ്രയോഗമാണ് ഓലപ്പടക്കം എറിഞ്ഞുകൊണ്ട് നമ്മൾ ബോംബ് പൊട്ടിച്ച എഫക്ട്. അതേ ഒരു എഫക്റ്റാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ഉദ്ഘാടന സമയത്തും ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇലുമിനേറ്റഡ് ബിൽഡിംഗ് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും പാവർട്ടിക്കാരന്റെ തലയിൽ വന്നൊരു ആശയമാണെന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷം ഇതല്ലേ. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മള് പാവർട്ടി എന്ന പ്രദേശത്ത് നിന്നുകൊണ്ട് ഗ്ലോബലായിട്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാര് നമ്മുടെ ഇടയിലുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഭയങ്കര സന്തോഷം. അല്ല, ഞാൻ പറയുന്നത് അതില് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കൊണ്ടുവരുന്ന ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അത് ഷെൽസം വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അത് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റിയ ഉദ്ദേശിച്ച പോലെ അത് ആളുകളെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന്റെ കൂടെ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം, നമ്മള് ബിൽഡിംഗ് പണിതു,
നേരത്തെ പറഞ്ഞ പോലെ ഭംഗിക്കായി അവസാനിച്ചു. കുറെ റൂമുകളുണ്ട്. പാവത്തിൽ ആ സമയത്ത് കുറെ അധികം ബിൽഡിങ്ങുകളിൽ ആളുകളില്ലാതെ എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു പാവറ്റിക്കാരനായ സുനിൽ ലൂയിസിനെ, അതായത് നമ്മളെ പരിചയപ്പെടുന്നത്. ഞാൻ പറയുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഈ നമ്മുടെ സിഗ്നേച്ചർ സ്ക്വയറിലെ മെയിൻ റൂമുകളൊക്കെ സെൽ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു ബ്രില്യൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്.